അങ്ങനെ ഇരിക്കെ ഈ അതേ കൊല്ലത്ത് തന്നെയാണ് അതിബുദ്ധി കാണിച്ചുകൊണ്ട്, അല്ലെ അതിബുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല, പോക്കൃത്തരം, ശുദ്ധ തെമ്മാടിത്തരം എന്നതിനെ പറയാൻ പറ്റുള്ളൂ. ആ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് കഴിക്കുന്ന ആളുകളെ കൊല്ലാനായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. ഇവന്മാർക്ക് ഈ ഫുഡിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴിയോര കച്ചവടക്കാരാണ് എന്ന് വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളൊരു പരിപാടി, ആ പരിപാടി നാട്ടുകാർ കയ്യോടെ പിടിക്കുകയും അത് ഫുഡ് ഇൻസ്പെക്ടറെ അറിയിക്കുക, അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ആളുകളൊക്കെ വന്നിട്ട് അത് വാർത്തയാക്കുകയുണ്ടായി. എന്തായാലും അവൻ്റെ അടപ്പ് തെറിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ ഇടുന്നു എന്നല്ല, ഒരേ എണ്ണ തന്നെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊരു സമയത്തെങ്കിലും ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് നമ്മളൊരു വഴിക്ക് പോകുന്ന സമയത്ത് ചായ കുടിക്കും. അതേസമയം തന്നെ ആ ഗ്ലാസ്സിൽ നല്ല ലൈറ്റൊക്കെ അടിച്ച് നല്ല ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വടയും നമ്മൾ കഴിക്കും. പക്ഷേ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഈ എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പക്ഷേ അങ്ങനെ ഒരു കാര്യം ഈ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുകയാണ്, കൊല്ലത്തുള്ള ശാസ്ത്രജ്ഞർ.